ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവും അതുപോലെ തന്നെ അനിയത്തിമാരെയും കൂട്ടിക്കൊണ്ട് പല്ലവിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരോട് ചേർന്ന് നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിലെ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ബില്ലെടുത്ത് കൊടുക്കണമെന്ന് ഋതു നിർബന്ധമായിട്ട് പറഞ്ഞതനുസരിച്ച് അവിടുത്തെ അക്കൗണ്ടന്റ് കൊണ്ടുപോയി ബില്ല് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം സേതു ചോദിച്ചു പൈസ എത്രയായി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും 3 ലക്ഷം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും സേതുവിന്റെ കണ്ണ് തള്ളിപ്പോയിട്ടോ. ശരിക്കും ആളാകെ വല്ലാണ്ട് അപ്സെറ്റ് ആയിപ്പോയി. ഇതെന്താ ഇങ്ങനെ 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാലോ ഒരു ചെറിയൊരു തുകയല്ലല്ലോ. ഒരു പർച്ചേസ് ചെയ്തപ്പോഴത്തേനും ഇത്രയും തുക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്നാണല്ലോ എടുക്കുന്നതെന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു സേതുവിന്റെ വരവ്. പക്ഷേങ്കിൽ ഋതു മനഃപൂർവ്വം തന്നെ കാണിച്ചതാണ് കേട്ടോ. അപ്പൊ 3 ലക്ഷം രൂപയോ എന്നിങ്ങനെ ചോദിച്ചു. നിങ്ങൾ എനിക്ക് 1 മണിക്കൂർ സമയം തരണം എന്ന് സേതു പറഞ്ഞപ്പം അതെങ്ങനെ ശരിയാവും? തുണി എടുത്തിട്ട് 1 മണിക്കൂർ സമയം തരണമെന്നോ? അതെന്ത് കണക്കാ എന്നുകൊണ്ട് നമ്മുടെ ഋതു ചോദിക്കാണ്. അപ്പൊ സേതു അല്ല, ഇത്രയും പൈസ ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്ത് പ്രതീക്ഷിച്ചാണോ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? ഈ പൈസ പോലും ഇല്ലാത്ത ആളാ കല്യാണം നടത്താൻ പോണത്. ദൈവമേ, കല്യാണത്തിന് സദ്യ ഉണ്ടാവുമോ എന്തോ എന്ന സ്വാതി ഇങ്ങനെ പരിഹസിച്ച് പറഞ്ഞു കേട്ടോ. പക്ഷെ പല്ലവി ഇത് കേട്ടോണ്ട് അവിടെ നിൽക്കാണ്. എല്ലാം ഉണ്ടാവും, ഗംഭീരം തന്നെയാവും. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം നിന്നു. ഇതിങ്ങനെ നിന്ന് പല്ലവി ഇങ്ങനെ കണ്ടപ്പോഴത്തേനും സേതു നിന്ന് ഉരുകുന്ന കണ്ടു. ആ ബില്ലിങ് തന്നെ എന്ന് പറഞ്ഞ പല്ലവി അതങ്ങ് മേടിക്കാണ് കേട്ടോ. അപ്പൊ അത് വാങ്ങിയിട്ട് സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. അതെ, എന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. ബാക്കി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം. അതുകൊണ്ട് സേതുവേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഈ ചിരിച്ചുകൊണ്ടിരുന്ന ഋതുവിന്റെയും സ്വാതിയുടെയും മുഖത്തൊക്കെ അട്ടിക്കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. സേതുവേട്ടൻ വിഷമിക്കണ്ട, മുഴുവൻ ബില്ലും സെറ്റിൽ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേനും സേതുവിന്റെ മനസ്സെന്താന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം സന്തോഷമായിട്ടോ ആള്. അപ്പൊ വല്ലാത്ത ഹാപ്പിയായി പല്ലവി എന്ന് വിളിച്ചു. സേതുവേട്ടാ, ജീവിതം വഴിമുട്ടി പെരുവഴിയിലായ എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചപ്പോ പ്രതീക്ഷിച്ചില്ല അല്ലേ? തിരിച്ചും സഹായിക്കാൻ മനസ്സുള്ള ആളാണ് ഈ പല്ലവിന്ന്. സേതുവേട്ടൻ ആരുടെ മുൻപിൽ തലകൊഞ്ചു നിൽക്കരുത്. അത് കാണാൻ ഈ പല്ലവിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഋതുവിന്റെ ചെകിട്ടത്ത് 4 കടി കിട്ടിയ പോലെ ആയി കേട്ടോ. അതുപോലത്തെ അവസ്ഥയിലായി. സേതുവേട്ടൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം, എവിടെയും ആരുടെ മുൻപിലും എപ്പോഴും. അതാ ഈ പല്ലവിയുടെ ഇഷ്ടം, അതാണ് പല്ലവിയുടെ ആഗ്രഹവും. കുറുപ്പമാവനും അച്ഛനും ഭയങ്കര സന്തോഷമായി. അച്ഛന്റെ മോഹൻ തെളിഞ്ഞു. ക്യാഷ് ഞാൻ പേ ചെയ്യാം, വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനേജറൊപ്പം നമ്മുടെ പല്ലവി അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുറുപ്പമാവനൊക്കെ സ്വാധീനം നോക്കി ഇളിച്ചപടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് സേതു ഇങ്ങനെ ഉമ്മറത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇങ്ങനെ തനിച്ചിരുന്ന് ആലോചിക്കുന്നത്? പല്ലവിക്ക് ഞാനൊരു കടപ്പെട്ടവനായി അല്ലേ എന്ന് ചോദിച്ചു. കടക്കാരനായി? അതായി. പക്ഷേങ്കില് അതല്ല സേതുവേട്ടാ, നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് കടക്കാരനാകുന്നത് ഒരു സുഖം തന്നെയല്ലേ സേതുവേട്ടാ? അതല്ലേ അതിന്റെ ഒരു രീതി എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ പിന്നെ നമുക്ക് ആ കടമൊന്നും തോന്നുന്നില്ല, പലിശ സഹിതം ഞാൻ തിരിച്ചു തരും. അപ്പൊ എന്നെ ഒരു ഫൈനാൻസർ ആയിട്ടാണോ സേതുവേട്ടൻ എന്നെ കണ്ടിരിക്കുന്നത്? അതല്ല പല്ലവി, അതുകൊണ്ടൊന്നും അല്ല പറഞ്ഞത്. ആ സമയത്ത് പല്ലവി അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഋതു മനഃപൂർവ്വം തന്നെയാ എന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാ ആ ബില്ല് തന്നത്. അതിനെനിക്ക് സംശയമൊന്നുമില്ല. ആ നാണക്കേടിൽ നിന്ന് പല്ലവി എന്നെ രക്ഷിച്ചത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പല്ലവി. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് തന്നെ സേതുവേട്ടൻ കാരണമാണ്. ആ സേതുവേട്ടൻ ഒരു ആവശ്യം വരുമ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഈ പല്ലവിനെ എന്തിനു കൊള്ളാം സേതുവേട്ടാ? കാശ് തരുന്നതിനെ കുറിച്ചൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ബില്ലടച്ചിരിക്കുന്നത്. 12 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർത്തിച്ചാൽ മതി. അതുകൊണ്ട് സേതുവേട്ടൻ അടച്ചില്ലെങ്കിലും ഈ ഞാൻ അടയ്ക്കും എന്റെ ശമ്പളത്തിൽ നിന്ന്. അയ്യോ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു സേതു. കൃത്യമായി മാസം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പൊ പോയി മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നേരെ ഒരുപാടായി, കല്യാണാ വരുന്നത്. നല്ല ഉഷാറായിട്ട് നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ടേ ഉറക്കം നിന്നാല് അത് ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് സീതോട്ടൻ വേഗം ചെല്ല്. അപ്പൊ പല്ലവി എന്നിട്ട് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അപ്പൊ പല്ലവി എന്നൊരു വിളി. എന്താ സേതുവേട്ടാ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നേരെ പല്ലവി വീണ്ടും നടന്നു. അപ്പൊ സേതു തിരിഞ്ഞിരുന്നു. സേതുവേട്ടാ എന്ന് വിളിച്ചു. എന്ന് വിളിച്ച് വേഗം ആംക്ഷയോടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് ആള്. ഒന്നുമില്ല സേതുവേട്ടാ. അന്ന് പല്ലവിയും തിരിച്ചൊരു കളിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് കേട്ടോ രണ്ടുപേരും പോണതൊക്കെ.
അപ്പൊ സേതു പല്ലവി ഓർത്ത് ഭയങ്കര സ്വപ്നമൊക്കെ കണ്ട് ആളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം നമ്മുടെ പ്രതാപൻ അങ്ങോട്ടേക്ക് വരുവാണ്. ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് വരവ്. അപ്പം നമ്മുടെ പല്ലവി ഇവിടെ നിൽപ്പുണ്ട്. പല്ലവി എന്നിട്ട് നോക്കിയപ്പോഴത്തേനും ചേച്ചി എവിടെ? ഇവിടെയുണ്ട്. അല്ല, ഇൻവിറ്റേഷൻ കാർഡിന്റെ പ്രിന്റിങ് കഴിഞ്ഞിരുന്നോ? അല്ല, ഞാനിത് ആരോടാ ഈ പറയുന്നത് അല്ലേ? ശേ, ഇതെന്തിനാ ഞാൻ ഈ പറയുന്നത് തന്നോട്? ഈ കുടുംബത്തിലേ അല്ലല്ലോ. ഞാൻ അതങ്ങ് മറന്നുപോയി. ഞാൻ ഈ കുടുംബത്തിലല്ലായിരിക്കാം, പക്ഷെ ഇവിടുന്ന് കഴിക്കുന്ന ചോറിനോട് കൂറുള്ളോളാ. എന്താണ് നീ മുനവച്ചുള്ളൊരു സംസാരം എന്ന് ചോദിച്ചു പല്ലവിയോട് തട്ടിക്കേറുകയാണ് പ്രതാപൻ. അപ്പൊ പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. ദേ, ആ സേതുവിന്റെ ബലത്തിലാ ഞാനുമായിട്ട് ഉടക്കാൻ വന്നുണ്ടല്ലോ. എന്നെ നിനക്ക് ശരിക്കറിയില്ല. അവൾ എന്നെ ചൊറിയാൻ വന്നു. എന്താ പ്രതാപ എന്ന് ചോദിച്ചു. ചേച്ചി, ഇവളെന്നെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വേണ്ട, കളി എന്നോട് വേണ്ട എന്ന് പറഞ്ഞു. ഈ പ്രതാപൻ ആരാണെന്ന് ചേച്ചിക്കറിയാം. പിന്നെ ഉണ്ടല്ലോ, ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ, അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുക. എന്താ പ്രശ്നം പ്രതാപ? ആ, എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളുടെയൊക്കെ വായി നിന്നിരിക്കുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത് ചേച്ചി? അതാ ഞാൻ ചോദിച്ചത്. ആ, ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ. ആ, പിന്നെ ഞാൻ വന്നതേ, ദേ ഇത് നോക്ക്, ഇൻവിറ്റേഷൻ കാർഡാ എന്ന് പറഞ്ഞ കാർഡ് കൊണ്ട് കൊടുക്കുക. എങ്ങനെയുണ്ട് ചേച്ചി? കൊള്ളാവോ? ഞങ്ങൾ വിളി തുടങ്ങാൻ പോവാ. കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രതാപം കൊണ്ട് കൊടുത്തു. അതെ, പിന്നെ സദ്യ അത് ഇവിടെ കഴിച്ചത് തന്നെ ഏറ്റവും ഗംഭീരാണെന്ന് എല്ലാരെ കൊണ്ട് പറയിപ്പിക്കണം. എല്ലാം സേതുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ വേണ്ടതുപോലെ ചെയ്തോളും എന്ന് പറഞ്ഞു പ്രതാപൻ. ആ, പിന്നെ ചെയ്താ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിലേ ചിലപ്പോ പണി പാളും അമ്മേ. അപ്പൊ പല്ലവി ഇതൊക്കെ കേട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ പ്രതാപന് ഒരു പണി കൊടുക്കാൻ തന്നെ പല്ലവി അങ്ങ് തീരുമാനിച്ചു. അല്ലമ്മേ, ഇവിടുത്തെ അച്ഛന്റെ മരണത്തെ പറ്റി അന്ന് തിരുമേനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഉവ്വ, പറഞ്ഞിരുന്നു. എടി, കല്യാണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ മരണത്തെ കുറിച്ച് പറയുന്നത്? അതല്ല, ആ മരണം സ്വാഭാവികമല്ല എന്നല്ലേ തിരുമേനിയുടെ കണ്ടെത്തൽ? അപ്പം പൂർണിമ ഇങ്ങനെ, അതെ, അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു. ആ, ജ്യോത്സ്യന്മാരങ്ങനെ പലതും പറയും, അതൊന്നും നമ്മൾ ഗവനിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, പോലീസിലൊരു പരാതി കൊടുത്താല് അവരന്വേഷിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അല്ല, അപ്പൊ പ്രതാപനാകെ വെപ്രാളായി കേട്ടോ. ഇതെന്താ പറയണത്? പോലീസ് പരാതി കൊടുക്കാനോ? നീ എന്തൊരു മണ്ടത്തിലടി പറയുന്നത് എന്ന് ചോദിച്ചു. പരാതി കൊടുത്താൽ മീഡിയ അറിയില്ലേ? പിന്നെ അവര് തോന്നുന്നപടി എഴുതാൻ തുടങ്ങിയല്ലേ? അത് മാത്രമാണോ? അവര് വാരി അലക്കും. ഓൺലൈന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയോ? തൊലച്ച് കളയും, തൊലച്ച്. അറിയോ നിനക്ക്? ആ, അതൊന്നും വേണ്ട, അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഒരു മംഗളകർമ്മം നടക്കാൻ പോണ വീടാ അത്. ആദ്യം അതൊന്ന് കഴിയട്ടെ, ഒന്ന് വിശദമായി ആലോചിക്കാം എന്ന് പറഞ്ഞു പ്രതാപൻ. അതെ, ഞങ്ങൾ ആലോചിച്ചോളാം, നീ ഇതിൽ ഇടപെടണ്ട, കേട്ടല്ലോ? അപ്പൊ പല്ലവിക്ക് മനസ്സിലായ കാര്യമൊക്കെ. അപ്പൊ പല്ലവി ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ പ്രതാപ. വഴി കൂടെ പോകുന്നവരെയും വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചു വരുന്നവരെയും ഒക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ഓണാക്കിക്കും. അവസാനം അനുഭവിക്കുമ്പോ ചേച്ചി പഠിക്കും എന്ന് പറഞ്ഞു പ്രതാപൻ. അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അത് എന്റെ മാത്രം ആവശ്യമല്ല, ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ആഗ്രഹം തന്നെയാ ഈ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി വിടുന്ന ലക്ഷണമില്ല. പ്രതാപൻ വീണ്ടും വീണ്ടും മാറ്റുവാണ്. അല്ല, അത് പറഞ്ഞപ്പോഴെന്തിനാ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിച്ചു പ്രതാപനോട്. എടി, അളിയന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണത്തിൽ മാത്രം. എന്താണെന്ന് നിനക്കറിയില്ലെങ്കിൽ അളിയന് ഹാർട്ട് അറ്റാക്ക് വന്നത് എങ്ങനെയാന്ന് നീ എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? പറയാം, ഞാൻ പറഞ്ഞുതരാം. ആ സേതുവില്ലേ, അവൻ പിടിച്ച് തള്ളിയത് കൊണ്ടാ അളിയന് ഹാർട്ട് അറ്റാക്ക് വന്നത്. മനസ്സിന്റെ സങ്കടം, അളിയൻ താഴെ വീണു. അന്ന് അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അളിയൻ ജീവിച്ചിരുന്നേനെ. അറിയോ നിനക്ക്? ദൃക്സാക്ഷിയാ ഞാൻ എല്ലാത്തിനും. പിന്നെ പോലീസ് വരട്ടെ, എല്ലാത്തിനും വരട്ടെ. അന്വേഷണം വരുമ്പോഴുണ്ടല്ലോ സത്യമായി ഞാൻ പറയും. അപ്പോഴേ അകത്ത് പോവാൻ പോകുന്നത് നിന്റെ സേതു ഉണ്ടല്ലോ, അവൻ തന്നെയായിരിക്കും. ഒരു സംശയം വേണ്ട. നീയൊക്കെ കൂടി തലേ ചുവന്ന് നടക്കുന്ന ആ സേതുമാവനുമില്ലേ, അവനായിരിക്കും ഇതിനകത്തൊക്കെ പ്രതി എന്ന് പറഞ്ഞു. പക്ഷേ പ്രതാപൻ എന്താ പറയാ, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല അടവും പ്രയോഗിക്കുന്ന. വളരെ സന്തോഷിച്ചാ ഞാൻ കല്യാണക്കുറിയും കൊണ്ട് വന്നത്. ഇവള് സക്കല മൂട് നശിപ്പിച്ചു, നാശം എന്ന് പറഞ്ഞ. എന്നാ ചേച്ചി, ഞാൻ പിന്നെ വരാം. അളിയന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെയാ എന്നിവിടെ പ്രതാപൻ കൂട്ടിച്ചേർത്തു. എങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ നോക്കുമ്പോഴാ അവൾ അന്നേരം അതും പൊക്കിപ്പിടിച്ചു വന്നത്. എന്നിട്ട് പ്രതാപൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ പല്ലവിയുടെ അടുത്തേക്ക് പൂർണിമ വന്നിട്ട്, അതെ,
അവര് തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അവര് ശരിക്കും പറഞ്ഞാല് അളിയനും അളിയനും ആയിരുന്നില്ല, കൂടപ്പറപ്പുകളെ പോലെ സ്നേഹത്തിലായിരുന്നു എന്നോടെ പൂർണിമ പറഞ്ഞു. പക്ഷെ എങ്കിൽ പല്ലവിക്ക് ചീരിയാട്ടോ വന്നത്. പക്ഷെ കൂടപ്പറപ്പ് തന്നെയാണ് ചതിച്ചത് എന്ന് പല്ലവിക്ക് ഉറപ്പായി. കാണുന്നത് ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ കുറെ നേരമായിട്ട് ആലോചിച്ചു. എന്നിട്ട് നമ്മുടെ സ്വാതിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കണം. ഒരു ഹായ് അയച്ചു. തിരിച്ച് സ്വാതി ഹായ് റിപ്ലൈ അയച്ചു. സുഖമാണോ എന്ന് ചോദിച്ചപ്പോ സുഖമാണ്, അതെ എന്നും പറഞ്ഞു. ഫ്രീ ആണോ? അതെ. എന്നാ ഞാൻ കോള് ചെയ്യട്ടെ? യെസ് എന്ന് പറഞ്ഞ സ്വാതി റിപ്ലൈ വിട്ടു. ഇത് കേട്ടപ്പോഴത്തേനും ഇവൻ വേഗം തന്നെ നമ്മുടെ സ്വാതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അവ ചിരിച്ചുകൊണ്ട് അതെ, അല്ല എനിക്കറിയാമായിരുന്നു ഇന്ന് വിളിക്കുമെന്ന്. അതെങ്ങനെ മനസ്സിലായി സ്വാതി? അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഇന്ദ്രനോട്. എങ്ങനെയാണെന്നൊന്ന് പറ. വിളിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ജീവിതത്തിൽ പല പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത സ്വാതിക്കുണ്ട്. പിന്നെ വെറുതെ തള്ളല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. പെണ്ണുങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സ്ഥിരമാണുങ്ങൾ പറയുന്ന ഡയലോഗായത്. അല്ലെന്നേ, ശരിക്കും അല്ല, 100% ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാനീ പറയുന്നത്. അപ്പൊ ഈ സമയം പല്ലവി ആ പുറകെ വന്നു നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതി മറ്റു പെൺകുട്ടികളെ പോലല്ല, അതിൽ നിന്നൊക്കെ എന്തോ ഒരു വ്യത്യാസം സ്വാതിക്കുണ്ട് കേട്ടോ. ശരിക്കും താങ്ക് യു സോ മച്ച്. അല്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇന്ദ്രേട്ടൻ വിളിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോഴാണ് പല്ലവിക്ക് ഇന്ദ്രനെ വിളിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ സ്വാതി കുറച്ചുകൂടെ സ്വാതിയുടെ അടുത്തേക്ക് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. ഇത് കണ്ടപ്പോഴത്തേനും ഞാൻ പിന്നെ വിളിക്കാവേ. ശരി, ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അപ്പൊ പല്ലവി അവിടെ നിന്നിട്ട് ആരായിരുന്നു ഫോണില് എന്ന് ചോദിച്ചു. അതിപ്പോ എന്തിനാ നിങ്ങൾ അറിയുന്നത്? ഞാൻ കേട്ടു. എന്റെ സ്വാതി, വേണ്ട കേട്ടോ സ്വാതി, ആ ബന്ധം അത് നിന്നെ നാശത്തിലേക്ക് ചെല്ലുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. അതൊരിക്കലും നല്ലത് വരത്തില്ല. എന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തിനാ ഉൾക്കണ്ടപ്പെടുന്നത്? ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് പറഞ്ഞു. എന്റെ പേഴ്സണൽ ലൈഫില് പുറത്തുനിന്ന് ഒരാൾ ഇടപെടുന്നത് എനിക്കിഷ്ടല്ല. ശരി, ഞാൻ നിന്റെ ടീച്ചർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്റ്റുഡന്റ് ആപത്തിൽ ചെന്ന് ചാടാൻ പോകുന്നു എന്ന് അറിഞ്ഞാല് അത് തടയാനുള്ള ബാധ്യത ടീച്ചർ എന്ന നിലയിൽ എനിക്കുണ്ട്. അതുകൊണ്ടാ ടീച്ചറൊക്കെ അങ്ങ് കോളേജില്. ഇതെന്റെ വീടാണ്, മനസ്സിലായില്ലേ? ഇവിടെ എന്നെ ഭരിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട. അപ്പൊ ഭരണം അങ്ങ് സേതുവിന്റെ അടുത്ത് വെച്ച് മതി, എന്റെ അടുത്തേക്ക് ഇറക്കണ്ട. ഇന്ദ്രൻ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരിക്കലുമില്ല, നിനക്കറിയില്ല സ്വാതി, പക്ഷെ എനിക്കറിയാം. അതുകൊണ്ട് അനുഭവിച്ചതായി ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ക്രൂരനായൊരു മാനസിക രോഗി അയാള്. എനിക്കൊരു പ്രശ്നമല്ലെങ്കിലോ എന്നെ നിയന്ത്രിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ അയാളെ കയറി പ്രേമിക്കും, പറഞ്ഞേക്കാം. അപ്പൊ സ്വാതി പല്ലവി ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ നീ എന്ത് ചെയ്യും? അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? പിന്നെ അതെ, നിങ്ങളുടെ സമ്മതം എനിക്ക് വേണമല്ലോ. പിന്നെ കൊച്ചു കുട്ടിയൊന്നും അല്ലെന്ന് ഞാൻ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്വയം തെരഞ്ഞെടുത്ത ആളല്ലേ. ആ സ്വാതന്ത്ര്യം എന്താണേലും എനിക്കും അവകാശപ്പെട്ടതാ. മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുന്ന നിങ്ങക്ക് നല്ലത്. എന്നെ തിരുത്താൻ വന്ന കൂടുതൽ വഷളാകത്തേ ഉള്ളൂ, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ സ്വാതി അകത്തേക്ക് പോയി. അപ്പൊ പല്ലവിക്ക് ആകെ വിഷമായിട്ടോ. പിന്നെ കാണുന്നത് ഇന്ദ്രനെയും സേതുവിനെയാണ്. അപ്പൊ രണ്ടുപേരും കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം കയ്യിലൊരു ചാക്കേട്ടുമൊക്കെ ആയിട്ടാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കിച്ചണിലേക്ക് പോകാനായിട്ടാണല്ലോ, ക്യാൻറ്റീനിലാണല്ലോ. അപ്പൊ സേതു അങ്ങോട്ട് വന്നപ്പോഴത്തേനും സഹായിക്കണോ എന്ന് ചോദിച്ചു. വേണ്ട എന്നുള്ള മട്ടില്. അല്ല, നിന്റെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു സേതു. ശരിക്കും പറഞ്ഞാൽ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നിന്റേത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇറച്ചി ഒരു സൈഡില്, പട്ടി അല്ല, അത് അങ്ങനെ രണ്ടും ഇറച്ചി എന്ന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പറയാണ്, അതെ, മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താണെന്നറിയോ? നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പല്ലവിനെ ഞാൻ ഡിവോഴ്സ് ചെയ്താലേ നിനക്ക് കിട്ടുള്ളൂ. പക്ഷേങ്കില് ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നുമില്ല. അപ്പൊ പിന്നെ നിന്റെ അവസ്ഥ എന്താ അല്ലേ? അതല്ലേ പറഞ്ഞത്. ശരി, നമുക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോവാം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാം മ്യൂച്വലായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്താൽ ഡിവോഴ്സ് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കില് ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് മറ്റൊരു ഉപകാരം നീ ചെയ്തു തരണം.
നിന്റെ അനിയത്തി സ്വാതിയില്ലേ, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. എനിക്കും വേണ്ടേടാ ഒരു എന്താ പറയാ ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. പിന്നെ സ്വാതി അവള് നല്ല കുട്ടിയാ. അവളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് നിന്റെ അനിയത്തിയാണെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഒരുപാട് പെൺകുട്ടികളെ കണ്ട എനിക്ക് അവളെ കണ്ടപ്പം എന്തോ അവളോട് ഒരു ഇഷ്ടം കൂടുതൽ തോന്നുക. അതുകൊണ്ടാ ഞാനീ പറയണത്. എന്താ നിനക്കത് ചെയ്തു തരാൻ പറ്റുമോ? അപ്പോഴേക്ക് സേതുവിന് കല്ലി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സേതു ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. പക്ഷേങ്കില് പല്ലവി നേരത്തെ പറഞ്ഞിരുന്നു പ്രകോപിപ്പിക്കും എന്ന്. പക്ഷേങ്കിൽ ആ സമയം സേതു ഒന്ന് ശാന്തനായിട്ട് കൈ താഴെയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവനോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മട്ടില്. എന്താ നീ നീ എന്തൊക്കെ പറഞ്ഞാലും നീ തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരം സേതു നിന്നിട്ട് എന്റെ ഈശ്വര ഇതെല്ലാം നിന്റെ വികൃതികൾ എന്ന് പറഞ്ഞു സേതു. എന്നിട്ട് നമ്മുടെ ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ പൊന്നിന്ദ്ര, ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ട് നീ ഒന്നും തോന്നരുത് കേട്ടോ. ഒന്നുമല്ലടാ, എന്താണെന്നറിയോ, എന്റെ പെങ്ങന്മാര് അവരുണ്ടല്ലോ, അവരെ വൈകി അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ടുള്ളൂ അവരെന്റെ സ്നേഹം അനുഭവിക്കാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാര് അതായത് പെങ്ങന്മാരെന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ പ്രാണനേക്കാൾ വലുതാ. അവർക്ക് എന്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ സേതു അത് ചുമ്മാതിരിക്കില്ല. സേതു ഉണ്ടല്ലോ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, വളരെ സീക്രട്ടായിട്ട് പറയാം. എന്താണെന്നറിയോ, ഈ സ്വാതി ഉണ്ടല്ലോ, സ്വാതിയുടെ ദേഹത്ത് തൊടുവോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവോ ചെയ്താൽ ഇന്ദ്ര, ഞാൻ ഒന്നും നോക്കില്ല, നിന്നെ ഞാൻ അങ്ങ് തീർത്ത് കളയും. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നൊന്നുമല്ല, ശരിക്കും ഞാൻ തീർത്ത് കളയെന്ന് പറഞ്ഞാൽ തീർത്ത് കളയും എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നീ തയ്യാറായിക്കോ. നീ എന്നാ കേട്ടോ, ആ സ്വാതി ഉണ്ടല്ലോ ഒരുപാട് പേര് എന്റെ കൈ കിടന്ന് അമ്മാനമാടിയിട്ടുള്ളത് ആ പെണ്ണുങ്ങള്. അതുപോലെ തന്നെ സ്വാധീനം ഞാൻ എന്റെ കൈ വെച്ച് പമ്പരം കറക്കുന്നത് പോലെ കറക്കും, നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇവൻ അങ്ങ് പോവാണ്. ഇത് കേട്ടപ്പോഴത്തേനും സേതുവിന് രക്തം തിളയ്ക്കുന്നുണ്ട്. പക്ഷേങ്കില് ഒരടങ്ങി അല്ലെങ്കിൽ ഒരു രമ്യതയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്നും പറഞ്ഞ ഇപ്പൊ കല്യാണമാണ്, ആകെ പ്രശ്നമാകും എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ആളൊരു ശാന്തതയില് ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നിരഞ്ജനയെ കാണുകയാണ്. അപ്പൊ നിരഞ്ജന നമ്മുടെ സ്വാതിയുടെ കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പൊ സ്വാതിയുടെ കൂട്ടുകാരി ചെന്നിട്ട് അതെ ഒന്ന് നിന്നേ, തന്നെ കാണാൻ ഇന്ന് നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓ പോന്ന് ചുമ്മാ പറയല്ലേ, ചുമ്മാ അതല്ലടോ, തന്നെ ഈ ഡ്രസ്സിൽ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയോ, തന്നെ കണ്ടാലേ ആരും ഒന്ന് നോക്കും. പോ ഇന്ദ്ര ചുമ്മാ തള്ളാതെ എന്ന് ഇവര് എന്ന് പറഞ്ഞു. ചിവണ്ണമൊക്കെ ഉള്ള കുട്ടിയാണല്ലോ. അപ്പൊ വേഗം തന്നെ അതൊന്നും അല്ല നിരഞ്ജന, എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരണം. ഹെൽപ്പോ എന്താ എന്ന് ചോദിച്ചു. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാല് താൻ വേറൊന്നും വിചാരിക്കരുത്. ആ സ്വാതി ഉണ്ടല്ലോ, ആ കുട്ടിയോട് എനിക്കൊരു ക്രഷേ. എന്താ എന്ന് ചോദിച്ചു. അതേനെ, ആ കുട്ടിയോട് എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നുവാടോ. അതുകൊണ്ട് ആ കുട്ടിയോട് എങ്ങനെ പറയുക, എനിക്ക് തനിയെ ഇന്ന് സംസാരിക്കാനും പറ്റണില്ല. ആ സേതു അവനാണ് പ്രശ്നം. അതുകൊണ്ട് നിരഞ്ജന എനിക്കൊരു സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു. എന്ത് സഹായം? ഞാനോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ കയ്യിലിരുന്ന കുറച്ച് പൈസ എടുത്ത് ഇവളുടെ കൈ വെച്ച് കൊടുത്തിട്ട്, അതെ മന്തി കഴിക്കണം, പിന്നെ ഷവായി ഒരു ഫുൾ ഷവായി കഴിക്കണം, പിന്നെ ഫലൂടയും കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇവളുടെ ഈ പൈസ കൊടുത്തത്. ഇതൊന്നും അല്ലെങ്കിൽ പ്രത്യുപകാരമായിട്ടൊന്നും കരുതണ്ട കേട്ടോ, ഇതൊക്കെ ഒരു സമ്മാനം, അത്ര കരുതച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് താന് ഒരു ഉപകാരം ചെയ്തു തരണം, അത്ര മാത്രം താൻ ചെയ്തച്ചാൽ മാത്രം മതി. എന്ത്? ചെറിയൊരു ഹെൽപ്പ് ചെയ്താൽ മതി, പാമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവക്കൊന്നും മനസ്സിലായില്ല. അതിങ്ങനെ നന്ദിച്ചു നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ പൊളി എപ്പിസോഡ് കേട്ടോ, 100ാം എപ്പിസോഡിലേക്ക് വരികയാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തം വിശേഷമായിട്ട് എത്താം. നമ്മുടെ പല്ലവിയും സേതുവും കൂടെ ഒരുമിക്കുന്നതും അമ്പലത്തിൽ പോയി താലി കെട്ടുന്നതും ഒക്കെ ആയിട്ട് ഇനി വരുന്നത് നല്ല കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പുതുപുത്തം വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.